പാർലമെന്റിൽ ഇന്നൊരു വല്ലാത്ത സ്നേഹപ്രകടനം നമ്മൾ കണ്ടു. കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കാൻ ജോൺ ബ്രിട്ടാസ് എം പി കണ്ടെത്തിയ പുതിയ ആയുധം സാക്ഷാൽ സുരേഷ് ഗോപിയാണ്. എന്റെ സുഹൃത്തായ സുരേഷ് ഗോപിയെ കേന്ദ്രം അപമാനിക്കുന്നു, അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനങ്ങൾ കേന്ദ്രം പാലിക്കുന്നില്ല എന്നൊക്കെയാണ് ജോൺ ബ്രിട്ടാസ് എം പി, CPM-ന്റെ MP ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസിന്റെ വിലാപം. കേൾക്കുമ്പോൾ ആരുടെയും കണ്ണു നിറഞ്ഞു പോകും. പക്ഷേ ഈ സ്നേഹത്തിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്നും എയിംസ് എന്ന സ്വപ്നം വൈകുന്നതിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ ആരാണെന്നും കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഈ വീഡിയോ. വിഷയം മറ്റൊന്നുമല്ല, കേരളത്തിലുള്ള എയിംസ്. അതാണ് വിഷയം. ഇപ്പോൾ ഈ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ കേരളത്തിലുള്ള എയിംസ് പ്രഖ്യാപിക്കാത്തത് സുരേഷ് ഗോപിയെ അപമാനിക്കലാണെന്നാണ് ബ്രിട്ടാസിന്റെ വാദം. ബജറ്റ് പ്രഖ്യാപിച്ചിട്ട് 24 മണിക്കൂറും 36 മണിക്കൂറും കഴിഞ്ഞില്ലേ, എയിംസ് എവിടെ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. പരിഹാസ ചോദ്യം. ശരിയാണ്, എയിംസ് കേരളത്തിന്റെ ആവശ്യമാണ്. പക്ഷെ സഖാവെ, എയിംസ് പണിയാൻ സ്ഥലം വേണ്ടേ? അതോ കേന്ദ്ര സർക്കാർ വായുവിൽ കെട്ടിടം പണിയണമെന്നാണോ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ബ്രിട്ടാസ് ക്ഷമിക്കണം. കേരളയിലും ന്യൂയോർക്ക് നിലവാരത്തിലുള്ള റോഡുമൊക്കെ വായുവിൽ പണിതീർത്ത് വിസ്മയങ്ങൾ കാട്ടുന്ന പിണറായി വിജയനെ പോലൊരു മായാജാലക്കാരൻ മാൻഡ്രയ്ക്കല്ല നരേന്ദ്രമോദി. അങ്ങനെയുള്ള അതീന്ദ്രിയ സിദ്ധികളൊന്നും തന്നെ നരേന്ദ്രമോദിക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ പിന്നെയുള്ള ഒരേയൊരു വഴി നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കേന്ദ്രത്തിന് നൽകണം എന്നുള്ളതാണ്. അത് മാത്രമാണ്. കിനാലൂരിലെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളൊക്കെ എവിടെ വരെയായി? ഭൂമി കൈമാറാതെ, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ കേന്ദ്രമേ എയിംസ് ദാ എന്ന് നിലവിളിച്ചിട്ട് കാര്യമുണ്ട്? കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് മാത്രം അമ്പിളി അമ്മാവനെ പിടിച്ചു തരണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. അതിന് വേണ്ട സഹകരണം കൂടി സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ അതിന്റെ ഗുണങ്ങളും നമുക്ക് കാണാൻ കഴിയും. ചരിത്രം കൂടി നമ്മളൊന്ന് ഓർക്കണം. കേന്ദ്രത്തിലും കേരളത്തിലും ഒരേ സമയം കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് വിഴിഞ്ഞം തുറമുഖം വന്നോ, എയിംസ് വന്നോ? അന്നൊന്നും നടക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷെ വികസനം വരുമ്പോൾ മാത്രം രാഷ്ട്രീയം കളിച്ച് തടയിടുന്നത് ആരാണെന്ന് ജനത്തിന് നന്നായി അറിയാം. കേന്ദ്രം ഭരിക്കുന്നത് മോദി സർക്കാർ ആയതുകൊണ്ട് എന്ത് പദ്ധതി വന്നാലും അതിൽ കുറ്റം കണ്ടുപിടിക്കാനും പരിഹസിക്കാനും മത്സരിക്കുകയാണ് ഇടതിനും വലുതരും. സുരേഷ് ഗോപിയുടെ ആത്മാഭിമാനം കാക്കാൻ ബ്രിട്ടാസ് കാണിക്കുന്ന ഈ ആവേശം കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. ഇവിടെ ഇവരുടെ പാർട്ടിക്കാരനും മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സുനിൽകുമാർ സുരേഷ് ഗോപിയോട് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ചൊരുക്ക് ഇവർ തീർക്കുന്നത് ഇങ്ങനെയാണ്. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ഇവർ പാഴാക്കില്ല. പശുപുല്ല് തിന്നുകയുമില്ല, തിന്നുന്നവരുടെ അണ്ണാക്കിൽ കോലിട്ട് ഇളക്കുകയും ചെയ്യും. ഇനി സുരേഷ് ഗോപി പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എയിംസ് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കും, പിന്നെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്നാണ് അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്. അല്ലാതെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ എയിംസ് കെട്ടിപ്പൊക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. 5 വർഷത്തെ സമയം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, കേരളം ഭൂമി നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ എയിംസ് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് പോയേക്കും എന്നൊരു മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. അത് കേരളത്തെ ഭീഷണിപ്പെടുത്തിയതൊന്നുമല്ല, മറിച്ച് സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. സ്ഥലം കൊടുക്കാതെ, സഹകരിക്കാതെ ഒടുവിൽ എയിംസ് കൈവിട്ടു പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും ഇപ്പോൾ പരിഹസിക്കുന്ന ഈ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും മാത്രമായിരിക്കും. അതുകൊണ്ട് ബ്രിട്ടാസിനോടും പരിഹസിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ, കുറെ ഇംഗ്ലീഷ് ഡയലോഗും കാണാപ്പാഠം പഠിച്ച് പാർലമെന്റിൽ സാക്ഷാൽ സുരേഷ് ഗോപിയോട് തന്നെ ഭരചന്ദ്രൻ കളിച്ച് ഉൾപ്പൊളകം കൊള്ളുന്ന സമയം കൊണ്ട് നല്ല പച്ച മലയാളത്തിൽ മുഖ്യനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. സ്വന്തം സർക്കാരിനോട് ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ പറയുക. മോദി വിമർശനത്തിനപ്പുറം എന്തെങ്കിലും ആത്മാർത്ഥത നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ മാത്രം. സുരേഷ് ഗോപിക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ 5 വർഷമുണ്ട്. അതിനുള്ളിൽ എയിംസ് ഇവിടെ എത്തിയിരിക്കും. അന്ന് ഈ പരിഹാസം മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടി വരരുത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 8 മലയാളം.